ഇക്വിറ്റി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റോക്സ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ഹൈ പി ഇ ആണെന്ന കാര്യം അതെപ്പോഴും ഓവർ വാല്യൂഷൻ ആവണമെന്നില്ല. നമുക്കിതിന്റെ ബേസിക്സ് ഒന്ന് നോക്കാം. PE റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 100 രൂപയും അതിന്റെ EPS 5 ആണെങ്കിൽ PE വരുന്നത് 20 ആണ്. അതായത് 1 രൂപ ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 20 രൂപ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴാണ് ഹയർ PE നല്ലതാവുന്നത്? കേസ് 1, ഗ്രോത്ത് എക്സ്പെക്ടേഷൻസ്. ഇപ്പൊ മാർക്കറ്റ് ഒരു കമ്പനി ഭാവിയിൽ ഗ്രോ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിന് ഹയർ PE കൊടുക്കാൻ റെഡിയാണ്, ആസ് ലോങ് ആസ് ദ ഗ്രോത്ത് ഈസ് ബീങ് ഡെലിവേർഡ്. കേസ് 2, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ടെക് ആൻഡ് സോഫ്റ്റ്വെയർ കമ്പനീസ് പൊതുവെ ഹയർ PE-ലാണ് ട്രേഡ് ചെയ്യാറ്, കാരണം അവരുടെ ഇന്നോവേഷൻസ് സ്കെയിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യലും ഹയർ ആണ്. അപ്പൊ ഒരു ഗ്രോസറി സ്റ്റോറിനെ സാസ് കമ്പനിയുടെയും PE കമ്പയർ ചെയ്യുന്നത് ആപ്പിൾ ഓറഞ്ചും കമ്പയർ ചെയ്യുന്ന പോലെയാണ്. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഗ്രോത്ത് കമ്പനിക്ക് വന്നില്ലെങ്കിൽ മാർക്കറ്റ് ആ PE ഡീറേറ്റ് ചെയ്യും, വിച്ച് കൻ ലീഡ് ടു ലോസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഈവൻ ഏർണിംഗ്സ് കൂടിയാലും സ്റ്റോക്ക് പ്രൈസസ് താഴെ പോകും. അപ്പൊ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ PE റേഷ്യോ മാത്രം നോക്കാതെ പെഗ് റേഷ്യോ കൂടെ കൺസിഡർ ചെയ്യുക. അത് PEയും കമ്പനിയുടെ ഗ്രോത്തും കൺസിഡർ ചെയ്യുന്നു. ലൈക്ക് 30% ഗ്രോ ചെയ്യുന്ന 30 PE ഉള്ള കമ്പനി 4% ഗ്രോ ചെയ്യുന്ന 10 PE ഉള്ള കമ്പനിയേക്കാൾ ബെറ്റർ ആണ്. അപ്പൊ ഫോർ മോർ സച്ച് ഇൻസൈറ്റ്സ് ഫോളോ ഗ്രോ മലയാളം.